സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബബ്ബ മൂവിയുടെ സോങ് റിലീസ് ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ റിലീസ് ആയിക്കാണ്. അതെന്താ സംഭവം എന്നറിയില്ല, ഒന്ന് നോക്കി നോക്കാം. ഇപ്പൊ എന്താണ് സോങ് പെട്ടെന്ന് റിലീസും കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും പടം ടിക്കറ്റ് ഒക്കെ ഇതാണ്, പടത്തിന് പോയിരിക്കും, അത് വേറെ കാര്യം. ഓക്കെ, ബബ്ബ സോങ് അഴിഞ്ഞാട്ടോ തൊള്ള ലാലേട്ടൻ. ഈ ലാലേട്ടൻ ലുക്ക് ഞാൻ ഏതോ ഒരു പടത്തിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ അന്യായ ലുക്ക്. ലാലേട്ടൻ, ദിലീപ്, അനിയനും ചേട്ടനും ആണോ അറിയില്ല. ഓക്കെ, അഴിഞ്ഞാട്ടം ലിറിക്കൽ വീഡിയോയിൽ എന്തെങ്കിലും ലാലേട്ടൻ്റെ കുറച്ച് സാധനങ്ങൾ അതിൽ കാണണം. കാരണം ഇതിന്റെ പോസ്റ്റർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതാണ് ലാലേട്ടൻ്റെ ഇൻട്രോ പരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നത്. മ്യൂസിക് ബൈ ഷാൻ റഹ്മാൻ. എം ജി അണ്ണനും വിനീതനും കൂടെയാണ് പാടിയിരിക്കുന്നത്. കോംബോ കൊള്ളാലോ, ഒരു രണ്ടും ഓപ്പോസിറ്റ് ലെവലുള്ള കോംബോ ആണല്ലോ. പിന്നെ ഷാനിന്റെ മ്യൂസിക്കാണ്, വിനീത് എന്തായാലും കാണണം. പിന്നെ ലാലേട്ടനെയാണ്, അടിപൊളി പാട്ടും കൂടെയാണ്. എം ജി അണ്ണനും കാണണം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഗോകുലം ഗോപാലൻ പ്രസൻസ്. പ്രൊഡ്യൂസർ ബൈ ഗോകുലം ഗോപാലൻ. കൃഷ്ണമൂർത്തി അതാരാ? അത് ലാലേട്ടന്റെ കൈ കേട്ടാ. കമാൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഇതാര് പാടിക്കണേ? മുണ്ട്, കറുത്ത ഷർട്ട്, അത് ലാലേട്ടൻ റെഫറൻസ്. സോങ് ഫുള്ള് ലാലേട്ടൻ റെഫറൻസ് തന്നെ കയറി പോകുന്നത്. പക്ഷെ ഇതാരല്ലേ തുടക്കത്തിൽ പാടിയിരിക്കുന്നത്? എനിക്ക് ഭയങ്കര ലിറിക്കിൽ എന്ത് ഒരു ഒരു ക്രിഞ്ച് ലിറിക്ക് അടിക്കുന്നു. അതോ എനിക്കറിയില്ല. ഇതൊക്കെ ചില സമയത്ത് തമിഴിലെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ, തമിഴിൽ കുറച്ചുകൂടെ നല്ല വേർഡ്സ് ഉണ്ട്. ഈ ബൂസ്റ്റ് അടിച്ച് കയറ്റാൻ പറ്റുന്ന പാട്ടിന് ബൂസ്റ്റ് അടിച്ച് കയറ്റാൻ പറ്റുന്ന വേർഡ്സ് ഉണ്ട്. മലയാളത്തിൽ അത് കുറവാണ്. ചിലപ്പോൾ നമുക്കായിരിക്കും തോന്നണം. നോക്കാം. ഓക്കെ, ന്യൂറിഷോ അണ്ണ എം ജി അണ്ണൻ. മോനെ എടാ മോനെ മുണ്ട് പറയിക്കുത്തോ. കമാൺ വിനീത്. കമാൺ. ഇതിന് പൈസ കൊടുക്കണം. അത് സാധനം, അതിന് പൈസ കൊടുക്കണം ടിക്കറ്റിന്. ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഇപ്പൊ എത്ര ക്രൗഡ് ഉണ്ടോ എന്നൊന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. പുള്ളിയെ മാത്രം ഫോക്കസ് ചെയ്ത്. ഇനിയും വരുന്നുണ്ട്, പക്ഷേ ലാലേട്ടൻ്റെ സ്റ്റെപ്പ് കാണുമ്പോൾ ഒരു പ്രത്യേക, എനിക്കറിയില്ല, ഇത് തൂക്കും. ഈ ട്രെയിലറിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ബാക്ക് സാധനമില്ലേ, റെഡ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നത്, ആ സാധനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഡാൻസ് വരുമ്പോഴത്തേക്ക് എത്ര കാലം അവിടെ അങ്ങനെ ഒരു ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു സാധനം കണ്ടിട്ട്, ഒരു അടിപൊളി സാധനം കണ്ടിട്ട്. ലിറിക്സിൽ എന്തോ ഒരു അതെനിക്കറിയില്ല. മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ സാധനങ്ങളാണ്. ഷാൻ, ഓക്കെ, ഗോപി സുന്ദർ പീക്ക് ലെവലാണ്. ഒരു കാലത്ത് മുമ്മാരായിരുന്നു എല്ലാം. ഓക്കെ, സീസൺ ഉണ്ടായിരുന്നു. ഷാൻ്റെ ഒരു സീസൺ, ഗോപിയുടെ ഒരു സീസൺ, അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് ജെയ്ക്സ് ബിജോയ് വന്ന് തകർക്കണത്. പിന്നെ ദീപകിൻ്റെ ഒരു സീസൺ. അപ്പോൾ ഇൻഡസ്ട്രിയിൽ, മോളിവുഡ് ഇൻഡസ്ട്രിയിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇതാണ് സീസൺ പോലെയാണ് ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. പക്ഷെ തമിഴിൽ അങ്ങനെയല്ല. തമിഴിൽ ഇവർക്കൊരു ഇൻഡിവിജ്വൽ സ്റ്റാൻഡ് കൊടുക്കാറുണ്ട്. അനിരുദ്ധിൻ്റെ കമ്പോസിഷൻസിന്, റഹ്മാൻ്റെ കോമ്പോസിഷൻസിന്, ഹാരിസിൻ്റെ. ഇവിടെ പക്ഷെ മോളിവുഡ് അങ്ങനെയല്ല, സീസൺ പോലെയാണ്. പക്ഷേ ഇവർ അന്യായ ലെവലിൽ മ്യൂസിക് ഡയറക്ടേഴ്സുമാണ്. പക്ഷെ ലിറിക്കിലാണ് എന്തോ ഒരു പാളിക്കലാണ്. നോക്കാം. അതാ റിയലോജി ഒന്നുമില്ല.
ആ വേട് കണ്ടോ, അഴിഞ്ഞാട്ടം, കൊള്ളാം. പക്ഷെ തമിഴിൽ പോകുമ്പോഴത്തേക്ക് കുറെ കിടുക്കാച്ചി വേടുകളുള്ള ഫീൽ ചെയ്ത്. അതാണ് ഡപ്പാങ്കൊത്ത് പാട്ടുകൾക്ക് തമിഴിൽ ഇത്രയും കയറി ഒരു ബൂസ്റ്റ് കിട്ടുന്നത്. റിയലോജി മോഹൻലാൽ അറിയേണ്ട കാര്യമില്ല. ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്ന TN 5900. മ്യൂസിക് ഷാൻഡോവാൻ, സ്കോർ ഗോപി സുന്ദർ, MG വിനീത്, നിരഞ്ജൻ, കൊറിയോഗ്രാഫി സന്ദീപ്. തന്നെ വിനീതിന് ദിലീപിൻ്റെതും ലാലേട്ടന് MG ആണ്. ലാലേട്ടൻ ഡാൻസ് ചെയ്യുമ്പോൾ പുള്ളിയുടെ ഒരു ഗ്രേസ് ഉണ്ട്, അവിടെ ഫേസിലും കാര്യങ്ങളൊക്കെ ഫുള്ള് ഇങ്ങനെ എനർജി ചെയ്ത സംഭവം ചെയ്യുന്നേ. ഇല്ല, ആദ്യത്തെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ സ്കോറുണ്ട്, വിഷയമാണ്. മോനെ തീയായിരിക്കും ഇത്. അത് കേട്ട് വന്നപ്പോ എനിക്കത് കുഴപ്പമില്ല കേട്ടോ. ഇതാണ് കുഴപ്പമില്ല. ഓ, ലൂസിഫർ ആടേ. എനിക്ക് ആ തുടക്കത്തിൽ ആ ലിറിക്സിലാണ് ഒരു സംഭവം ഫീൽ ചെയ്തത്. കമന്റ് നോക്കട്ടെ. ഇതിന് ഇങ്ങോട്ട് വിളി ഒരു കൈളി വെല്ലുന്ന ലിറിക്സ് അടുത്ത ഇലക്ഷന് ഉപയോഗിക്കാം, ഈ പാട്ട് മാത്രം മതി. കഴിഞ്ഞ മാസം ഒന്ന് ഇറക്കി വിട്ടിരുന്നെങ്കിൽ പാർട്ടിക്ക്. കമന്റ് നമുക്കെതിരാണല്ലോ മുതലാളി, കമന്റ് എതിരാണ് എടി. പക്ഷേ ഉണ്ടല്ലോ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് ഇത് തോന്നിയില്ല. എനിക്ക് ആദ്യത്തെ ലിറിക്സ് തോന്നി, പക്ഷെ ഇത് കേട്ട് വന്നപ്പോഴത്തേക്കും സാധനം കയറി കൊളുത്തും. പിന്നെ ഇതൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പം തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്ന വാക്ക് പറയണത് തെറ്റാണ് എന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തിയേറ്ററിൽ വരുമ്പോഴത്തേക്കും ഇത് മിക്കവാറും സ്കോർ ഇതാണെന്ന് ലാലേട്ടൻ്റെ ഇൻട്രോ സോങ് ആയിരിക്കാം ചാൻസ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പിന്നെ വേറൊരു കേസ്, നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇതിൽ കമൻറ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറയാണ്, ഞാൻ കമൻറ്റിൻ്റെ കൂടെ ഞാൻ ഫോളോ അപ്പ് ചെയ്യില്ല. അത് വേറെ കാര്യം. അങ്ങനെ ഒരു 10 കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. നമുക്കിതിൻ്റെ കഥ അറിയില്ല, സിനിമ എന്താ പാറ്റേൺ എന്നറിയില്ല. അപ്പോഴത്തേക്കുള്ള ഒരു ഇഷ്യൂസാണ് വരുന്നത്. ഇപ്പം ലൂസിഫർ പോലത്തെ ഒരു പടമൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സോങ് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ആവുക, എന്തുവാടെ എന്ന് ഇങ്ങനെ ഒരു തോന്നൽ വരും. പക്ഷേ ഈ പടം എങ്ങനെയാണെന്ന് അറിയില്ല. മോഹൻലാൽ പറയുന്നത് ഇതൊരു മാറ്റ് ഫിലിമാണ്. അപ്പം ഇതിനെ കീറി മുറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാകത്തുള്ളൂ. പക്ഷെ എൻജോയ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ലെവൽ പടമെന്ന് പറയില്ലേ, അതാണ് എനിക്കും തോന്നുന്നത്. ഈ പടത്തിൻ്റെ കഥയോ അതിൻ്റെ കോൺസെപ്റ്റോ ലാലേട്ടൻ ആരാണ് എന്തൊന്നും അറിയില്ല. ഒരു പക്ക ഒരു ഒരു അങ്ങനത്തെ പടം. അപ്പോൾ അതിൽ ചിലപ്പോൾ ഈ സോങ് വരുമ്പോഴത്തേക്കും വിഷയമായിരിക്കും. ഇപ്പം നമ്മൾ പുള്ളി ചെയ്ത കോമ്പോസിഷനായ ആടിലേക്ക് കണ്ടില്ലേ, ഷാജി പാപ്പൻ അതൊക്കെ നമ്മൾ ചുമ്മാ കേൾക്കുമ്പോഴത്തേക്ക് എന്താ, പടം ഇറങ്ങുന്നതിന് കേൾക്കുമ്പോഴത്തേക്ക് എന്താ അത് എന്താണ് ഇത് എന്ന് തോന്നും. ഡ്യൂഡിൻ്റെതാവട്ടെ അല്ലെങ്കിൽ സാത്താൻ സേവിയർ, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. പക്ഷെ പടത്തിന് ആ ക്യാരക്ടർ ആ ഒരു ഫൺ ഒരു കോംബോ ലെവൽ ക്യാരക്ടറാണ്. അപ്പോഴത്തേക്കും അതിന് ആ മ്യൂസിക് ഭയങ്കര മാച്ചായിരുന്നു. അല്ലാണ്ട് മറ്റേ ഷാജി പാപ്പൻ വരുമ്പോഴത്തേക്കും മറ്റേ ലൂസിഫറിൻ്റെ പോലത്തെ ഒരു മ്യൂസിക്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് ദഹിക്കില്ല.
കാരണം പുള്ളി ഫൺ ക്യാരക്ടറാണ്. അതേപോലെ ഈ പടം ഫൺ ആക്ഷൻ മസാല പടമാണ്. അപ്പം അതിന് ഈ പാട്ട് വിഷയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്ക്. ഈ പടം ഇറങ്ങിയിട്ട് ആ സമയത്ത് തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും ഈ പാട്ട് ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും തോന്നത്തില്ല. ഈ പാട്ട് ഹൈ ലെവലിൽ കയറി സ്കോർ ചെയ്യും. എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട് ഇതാ റിലീസാ അവിടെ വരമം തിയേറ്ററിൽ വരമം സ്കോർ ആയിരിക്കും. അതോ അതിൽ എഴുതിയിട്ടുണ്ടല്ലോ മാഡ്നസ്സോ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ്. ഓ വെണ്ടയ്ക്ക് അക്ഷരത്തിലേക്ക്. അപ്പം പാട്ടും അങ്ങനെയാണ്, സിനിമ അങ്ങനെയാണ്, ക്യാരക്ടേഴ്സും അങ്ങനെയാണ്, പടം അങ്ങനെയാണ്. ലാലേട്ടൻ പറഞ്ഞ കണക്ക് മോനെ ഇതൊരു മാഡ് ഫിലിമാണ്, ഓക്കെ, അത് മറക്കരുത്. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇത് ഇത്രയും കമൻറ്റ് എന്താ നെഗറ്റീവ്? എടാ ആദ്യത്തെ 4 ലിറിക്സിന് അങ്ങനെ ഒരു ഇഷ്യൂ ആദ്യം ഫീൽ ചെയ്തു. പക്ഷെ അത് ആദ്യം തവണ കേട്ടപ്പോഴാണ് ഈ പാട്ട് റിപ്പീറ്റ് അടിച്ച് കേട്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നില്ല. മീൻസ് റിപ്പീറ്റ് അല്ല ലിറിക്സ് വന്നപ്പോൾ ഞാൻ റിപ്പീറ്റ് കേൾക്കാൻ പോകണം. എനിക്കൊന്ന് റിപ്പീറ്റ് അടിച്ച് കേൾക്കുമ്പോഴത്തേക്കും പാട്ട് കയറി സ്കോർ ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങളോട് ജസ്റ്റ് ഒന്ന് കേട്ടോ, ഒരു 3 വട്ടം കേട്ടോക്ക്. എന്നിട്ട് നിങ്ങൾ എന്നിട്ട് കമൻറ്റ് ഇട്. ആദ്യം തോന്നുമ്പോൾ ഒരു കമൻറ്റും 3 വട്ടം തോന്നുമ്പോൾ ഒരു കമൻറ്റ് ഇട്. എന്നിട്ട് പടം ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഈ സോങ്ങിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം കൂടെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇട്. എന്തായാലും നോക്കാം. എനിവേ താങ്ക് യു, ഐ ലൈക്ക് ഇറ്റ്. ലാലേട്ടൻ ഡാൻസും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇനി 18-ാം തീയതി പടം, ഇന്ന് 16 ആയി, 2 ദിവസം കൂടെ അതിന് തന്നെ വേറെ രക്ഷയില്ല.